രാജ്യവ്യാപകമായി നടക്കുന്ന SIR ഷെഡ്യൂൾ നാളെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വാർത്താസമ്മേളനം നടത്തും. അർജുൻ പീതാമൻ വിവരങ്ങൾ പറയും. രതീഷ്, നാളെ കാലിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഈ രാജ്യവ്യാപക SIR അതിന്റെ തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ഷെഡ്യൂൾ നാളെ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധ്യക്ഷതയിൽ. അതിനുശേഷം ഈ എല്ലാ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഓഫീസർമാരെ 1-to-1 ചർച്ചകളും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്തിയിരുന്നു. അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാനങ്ങളോടെല്ലാം തന്നെ ഒരുങ്ങിക്കോളാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് വ്യക്തമാക്കിയത്. എന്തായാലും നാളെ അറിയാൻ സാധിക്കും ഏത് രീതിയിലായിരിക്കും ഷെഡ്യൂൾ ഉണ്ടാവുക എന്നുള്ള കാര്യം. കേരളത്തിന്റെ കാര്യം പ്രത്യേകിച്ചും എടുത്ത് നോക്കിക്കഴിയുകയാണെങ്കിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ തന്നെ വരുന്നത് കൊണ്ട് തൽക്കാലം കേരളത്തിൽ നടത്തരുത് എന്നുള്ളൊരു ആവശ്യം കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസറായ രത്തൻ കേൽക്കർ ഉന്നയിച്ചിരുന്നു. ഒരു കത്തായിട്ടെല്ലാം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഈ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 5 ഇടങ്ങൾ, 4 സംസ്ഥാനവും അതുപോലെ ഒരു കേന്ദ്രഭരണ പ്രദേശവും, കേരളം, അസം, ബംഗാൾ, തമിഴ്നാട്, പോണ്ടിച്ചേരി, ഈ 5 ഇടങ്ങളിലായിരിക്കും ആദ്യം SIR രാജ്യവ്യാപകമായി നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഫസ്റ്റ് ഫേസിൽ 10 മുതൽ 15 സംസ്ഥാനങ്ങൾ ഉണ്ടാവും. അതിൽ തന്നെ ഏറ്റവും ആദ്യം കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശവും ആയിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 3 മാസം കൊണ്ട് ഈ നടപടിക്രമം പൂർത്തിയാക്കി എടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്.